സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പിന്നെയും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം 2-3 ആഴ്ചകൾക്ക് ശേഷം പിന്നെ അടുത്ത വീഡിയോസ് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഷോർട്സും പറ്റുന്നതുകൊണ്ട് ഞാൻ ഇടാൻ ഇനി തൊട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 1v1 വിത്ത് എൻസോ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോംബോ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് കോംബോ തന്നെയാണ്. ഡെസേർട്ടും M18-നും. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് 9th ആനിവേഴ്സറി ആണ്. ഓക്കെ, 9th ആനിവേഴ്സറി ഡ്രസ്സ് ഇട്ട് നമുക്കൊരു വണ്ടിയാണ് കളിക്കാമെന്ന് വെച്ച് നമ്മൾ ഇറങ്ങി ഗൈസ്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ എൻസ് നേരത്തെ കയറി വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസേർട്ട് വെച്ച് നമ്മൾ അടിക്കാൻ നോക്കി, അത് കിട്ടിയില്ല. പിന്നെ നമ്മൾ M18 എടുത്തു. M18 എടുത്ത് കയറിപ്പോയി അടിക്കാൻ നോക്കിയപ്പോഴത്തന്നെ ഞാൻ അറിയാതെ താഴെ ചാടി. പിന്നെ നമ്മൾ മേളിൽ കയറാമെന്ന് വെച്ചിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ലാഗായി ഗൈസ്. അപ്പോൾ ലാഗൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെയും കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ശബ്ദത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പനിയാണ് ഗൈസ്. ഓക്കെ, മെയിനായിട്ട് പനിയാണ്. ആ പനിയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ 1v1 തന്നെ കളിക്കുന്നത്. ഇന്ന് തന്നെ കളിച്ച് ഇന്ന് തന്നെ വീഡിയോ എടുക്കുക, അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പം ഇത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് തന്നെ കളിച്ച് ഇന്ന് തന്നെ വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാടി വന്നപ്പോൾ തന്നെ നമ്മൾ ചാടി ഒരു വണ്ടാപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വണ്ടാപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ എല്ലാവരും ചെയ്തുകൊണ്ട് ഒന്നുകൂടി ചെയ്തേക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 200+ വ്യൂസ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് 200+ വ്യൂസ് കയറ്റാൻ നോക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് വരും വീഡിയോ എടുക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് വ്യൂസ് കയറില്ലെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് വരത്തില്ല ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഞാനും പിന്നെ ആദ്യം നമ്മൾ ഡെസേർട്ട് വെച്ചാണ് മാക്സിമം ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ M18 എടുക്കും. മാക്സിമം ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കും. ഡെസേർട്ട് റീക്വൽ ആണെങ്കിൽ M18 എടുക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി കുറച്ച് ഡാം കൊടുത്തു ഗൈസ്. പിന്നെ കുറച്ച് ഡാമേ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കയറിപ്പോയി. അവന് കുറച്ച് ഡാമേ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കയറിപ്പോയി അടിക്കാൻ നോക്കിയപ്പോൾ അവൻ ഗ്ലോ ഇട്ട് പാക്ക് ചെയ്ത് മെഡ് അടിക്കുകയാണ്. നമ്മൾ IQ മോഡ് കാണിക്കാൻ നോക്കിയപ്പോൾ ജമ്പ് അടിക്കാൻ മറന്നുപോയി. പിന്നെ IQ മോഡ് കാണിക്കാൻ നോക്കി ജമ്പ് അടിക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ജമ്പ് അടിച്ച് വന്നപ്പോൾ തന്നെ അവൻ ഗ്ലൂവിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനൊരു ഒന്ന് തൊട്ടപ്പോൾ തന്നെ അവൻ വീണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ സെക്കൻഡ് റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തേർഡ് റൗണ്ടായി. നമ്മൾ പിന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അവൻ ആ സൈഡിൽ നിന്ന് കയറി വരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ ഈ സൈഡ് വന്നപ്പോൾ അവൻ ആ സൈഡിൽ നിന്ന് കയറി വരുമായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് ഗ്ലൂ ഇട്ട് ഒന്ന് റെഡിയായി വന്നപ്പോൾ തന്നെ അവൻ വന്നു ഗൈസ്. ഓക്കെ, നമ്മൾ അവനെ കളിപ്പിക്കാൻ വേണ്ടി ചുമ്മാ നിന്നെയാണ്. അവൻ അപ്പത്തേക്ക് കയറി വന്നു, പക്ഷേ തല കയറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ M18 എടുത്ത് നമ്മൾ ഈ കളി കൂടുതൽ M18 വെച്ചാണ് കളിക്കുന്നത്. ഓക്കെ, M18 വെച്ചാൽ നന്നായിട്ട് ഞാൻ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കുറച്ച് മൂവ്മെൻ്റ് ആയിരുന്നു. 2 റൗണ്ട് ഞാൻ എടുത്തിട്ട് അവൻ്റെ കുറച്ച് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഞാനൊന്ന് ശ്രദ്ധിച്ച് കളിക്കാൻ നോക്കി. അവൻ വിചാരിക്കുന്ന പോലെയല്ല, ചിലപ്പോഴൊക്കെ കയറും. എന്തോന്ന് പറഞ്ഞൂടെ, ഈ കളി അവന് അധികം ഒന്നും കയറിയിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്ത് വന്നുകൊണ്ടായിരിക്കും നന്നായിട്ടൊന്നും കയറിയില്ല. ഞാൻ നന്നായിട്ട് മൂവ്മെൻറ്റ് ഇട്ട് അവൻ്റെ അടുത്ത് നോക്കി കളിക്കുമായിരുന്നു. കേസ് മര്യാദയ്ക്ക് നോക്കി കളിച്ചത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ചാടി ഹൈറ്റ് എടുക്കാൻ പോയതല്ല കേസ്. അവൻ ഗ്ലൂ ഇട്ട് പാക്ക് ചെയ്തപ്പോൾ എൻ്റെ മണ്ടയിൽ കൂടെ ചാടാൻ വേണ്ടി പോയതാണ്. കണ്ടോ കേസ്, നമ്മൾ മണ്ടയിൽ കൂടെ ചാടാൻ പോയത്. നമ്മൾ ചീറ്റിംഗ് ഒന്നും കാണിക്കത്തില്ല, നമ്മൾ ഹൈറ്റ് എടുത്തൊന്നും കളിക്കൂല കേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു അടി അടിക്കുക, നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. ഓക്കെ, കണ്ടോ ഗൈസ്, ഔറാറ്റ് പീക്ക് ഗൈസ്. അതൊക്കെ നമ്മൾ മറ്റേ പ്രഡിക്റ്റ് ചെയ്യാത്തൊരു അടിയായിരുന്നു അല്ലേ ഗൈസ്. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാത്തൊരു അടിയായിരുന്നത്. അത് ഞാൻ എൻ്റെ മാസ്റ്റർ മൈൻഡ് വെച്ചിട്ട് അവൻ അങ്ങോട്ട് വരുമെന്ന് കണ്ടിട്ട് ഞാൻ കറക്റ്റ് ചാടി എൻ്റെ ആ ഗ്ലൂവിൻ്റെ ഇടയിൽ കൂടെ പ്രഡിക്റ്റ് ചെയ്ത് ഞാൻ അടിച്ചാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, പ്രോ പ്ലെയറായി പോയില്ലേ. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ടിൽ ഭയങ്കര സീരിയസ് ആയി. അവൻ ഭയങ്കര ഓസ്കാറൊക്കെ ഇട്ട് കിണ്ണങ്ങൾ നല്ല മൂവ്മെൻറ്റൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളും കുറച്ച് സീരിയസ് ആയി നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ ചുമ്മാ ഒന്ന് കയറുമെന്ന് വെച്ചൊന്ന് ഇരുന്ന് നോക്കിയതാണ്. ഓക്കെ, നമ്മൾ കയറുമെന്ന് വെച്ചാൽ ഇരുന്ന് നോക്കിയതാണ്. പിന്നെ നമ്മൾ M18 വെച്ച് അടിക്കാൻ നോക്കി, അത് കയറിയില്ല. പിന്നെ ഒരിട്ട് അടിക്കാൻ നോക്കി, അതും കയറിയില്ല. പിന്നെ അവൻ അവിടെ ഇരിക്കുമായിരുന്നു. ആ സമയം എനിക്ക് അടിക്കായിരുന്നു. പിന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് കേസ്. ഓക്കെ, പിന്നെ M18 വെച്ച് അവൻ ഇരിക്കുന്ന സമയം അടിക്കാൻ നോക്കി, അതും കയറിയില്ല, ഒന്നും കയറുന്നില്ല കേസ്. ഓക്കെ, നമുക്ക് മാറി നിന്നിട്ട് അടിക്കാമെന്ന് വെച്ചിരുന്നപ്പോൾ അതും ഞാൻ അറിയാതെ സ്റ്റെക്കായി ഇരുന്നും പോയി. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലൂ ഇട്ട് മാത്രം കളിക്കുന്നുണ്ട്, ബാക്കി ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് ലാഗായി. പിന്നെ നമ്മൾ കയറി നോക്കിയിട്ട് അതും പറ്റിയില്ല. അവൻ എൻ്റെ തല കാണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് ബ്രില്യൻസ് എടുത്തിട്ട് അവൻ്റെ തല കാണാതെ നമ്മൾ അവൻ്റെ തലക്കിട്ട് അടിച്ച് ഡെസേർട്ട് വെച്ച് അടിച്ച കേസ്. ഓക്കെ, എൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭയങ്കര ബ്രില്യൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത റൗണ്ട് കയറുവാണ്. നമ്മൾ കയറി വരുന്ന ഒരു ഡെസേർട്ട് വെച്ച് ഒരു അടി കൊടുത്തു. ഓക്കെ, അപ്പം തന്നെ അവൻ ഡൗൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടായി. ഞാൻ ഗ്ലൂട്ട് കറക്റ്റ് കയറിയപ്പോൾ തന്നെ അവൻ ഡെസേർട്ട് വെച്ച് ഒരു അടി അടിച്ച് കേസ്. ഓക്കെ, എൻ്റെ ഭാഗ്യത്തിന് അത് എൻ്റെ ഹെൽമെറ്റിൻ്റെ പവറാണെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് 181 സംതിങ് HP പോയുള്ളൂ.
ബാക്കി 10 HP അങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ മെഡ് അടിച്ച് അവൻ കയറി വരുന്നതിന് മുന്നേ ഞാൻ മെഡ് അടിച്ചിട്ട് MIT എടുത്ത് അവനെ അടിക്കാമെന്ന് വെച്ചിരിക്കുമ്പോൾ കുറച്ച് ഡാം കൊടുത്ത് MIT വെച്ച് അവൻ ഓസ്കാർ ഇട്ടപ്പോൾ തന്നെ കുറച്ച് ഡാം കൊടുത്ത് പിന്നെ ഞാൻ അടിക്കാൻ നോക്കി പറ്റിയില്ല. പിന്നെ ഞാൻ MIT എടുത്ത് മാത്രം അടിക്കാൻ നോക്കിയത്. ഡെസേർട്ട് വെച്ച് എന്തായാലും ഷോർട്ട് റേഞ്ച് അധികം കയറത്തില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ MIT വെച്ച് അടിച്ചു, അത് അവൻ്റെ ദേഹത്ത് തട്ടി പോയി. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കി, അതും കിട്ടിയില്ല. പിന്നെ നമ്മൾ പിന്നെ ഒന്ന് ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കി. ഓക്കെ, പിന്നെ നമ്മൾ കറക്കി ഒന്ന് ഗ്ലൂ ഇട്ട് ചുമ്മാ ഒരു രസത്തിനൊന്ന് കറക്കി ഗ്ലൂ ഇട്ടാണ് മൊത്തത്തിൽ കുടുങ്ങിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ അതിനകത്തു നിന്നൊക്കെ പുറത്ത് വന്ന് പിന്നെ നമുക്ക് അടിച്ച് ചിലപ്പോൾ കളി എടുക്കുക എന്നുള്ള ഒറ്റ മെയിൻറ്റി കയറുവാണ്. പിന്നെ നമ്മൾ ചാടിപ്പോയി കയറിയപ്പോൾ അവനവിടെ ഇല്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ബാക്കിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ വേണ്ട വരുന്ന. ഓക്കെ, അപ്പം ഒരു കിണ്ണം അടി അവൻ എന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അടുത്ത റൗണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്നിരുന്ന് അടിക്കാമെന്ന് വെച്ചിരുന്നതാണ്. ചുമ്മാ ഒന്നിരുന്ന് അടിക്കാമെന്ന് വെച്ച് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് അവൻ MIT ഡെസേർട്ട് അങ്ങാണ്ട് വെച്ച് തല അങ്ങാണ്ട് ചൂട്ടിച്ചിട്ടുണ്ട്. ഇത്ര നേരം MIT വെച്ച് കളിച്ച് മടുത്തോണ്ട് M10 വെച്ച് ഈ കളി ഒന്ന് മാസാണിക്കാൻ വെച്ച് പോയപ്പോൾ തന്നെ അവൻ എന്നെ അടിച്ചാൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് റൗണ്ട് റിവെഞ്ച് ചേർക്കാമെന്ന് വെച്ച് നമ്മൾ ഡെസേർട്ട് വെച്ച് കയറുവാണ്. കയറിയപ്പോൾ തന്നെ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നത്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഇട്ട് അവൻ കയറി വന്നപ്പോൾ തന്നെ MIT വെച്ച് ഒറ്റടി ഗൈസ്. ഓക്കെ, അവിടെ വെച്ച് തീർന്നു, അത്രേ ഉള്ളൂ. 6-3 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒറ്റ പവറിൽ ആ കളി ജയിച്ചുകൊണ്ടുള്ള കോൺഫിഡൻസിൽ കയറിപ്പോയി ചാടി വന്ന് അവൻ ഒറ്റ അടി ഗൈസ്. ഓക്കെ, അത്രേ ഉള്ളൂ. അവിടെ വെച്ച് അവൻ തിരിഞ്ഞിട്ടുണ്ട്. 7-3 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ അവനെ കളിയാക്കുമല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമൻട്രി അടിക്കുന്നേ ഉള്ളൂ, അല്ലാതെ അവൻ കിണ്ണം പ്ലെയറാണ്. അവൻ ചില സമയത്തൊക്കെ അവൻ ഇങ്ങനെ കളിക്കും. ഓക്കെ, പണ്ടത്തെ അവൻ്റെ കളി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, നല്ല ഡിവൈസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവൻ്റെ കളി കുഴപ്പമില്ല, പക്ഷേ എന്താ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വന്നുകൊണ്ട് അവനിപ്പോൾ എൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ അവനൊന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി സെറ്റായ ഒന്ന് ആക്രോസി ഒന്ന് കൂട്ടിയാൽ അവനും എന്നെ ഈസി ആയിട്ട് അടിച്ചിടാം. ഓക്കെ, പിന്നെ ടൈ ആയിരിക്കും, 7-7 ആയിരിക്കും. എന്നിട്ട് 7-7 ആയിട്ടായിരിക്കും ആരെങ്കിലും എടുക്കുന്നത് ഗൈസ്. ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ചുമ്മാ കോൺഫിഡൻസ് ഇട്ട് പോയതാണ്, പക്ഷേ നല്ലൊരു അടി കിട്ടും. ഇപ്പോൾ നോക്കി ഗൈസ്, അല്ലേ ഞാൻ കിണ്ണം കാച്ചിട്ട് അടി കട്ടി. ഓക്കെ, അവൻ നല്ലൊരു അടി തന്നു. ഓക്കെ, നമുക്ക് ഈ റൗണ്ട് എന്തായാലും എടുക്കണം. കളി എളുപ്പം തീർക്കാൻ വേണ്ടി ഈ റൗണ്ട് നമ്മൾ നന്നായിട്ട് നോക്കി കളിക്കാൻ പോകണം. ഓക്കെ, ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, പറഞ്ഞപ്പോൾ തന്നെ അടിച്ചിട്ടു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.